അങ്ങനെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സെക്കൻഡ് ഫേസ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ CPOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പരീക്ഷ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോൾ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ടും സിമ്പിൾ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ. എന്ന് പറഞ്ഞ് തീരെ സിമ്പിൾ എന്ന് പറഞ്ഞ് നമ്മുടെ LGS ലെവലിലോട്ടൊന്നും താഴ്ത്താനും പറ്റത്തില്ല. കൺഫ്യൂസിംഗ് ആണ്. GK കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും കൺഫ്യൂസിങ് തന്നെയാണ്. പക്ഷേ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കേസാണ്. കാര്യം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കൂടാതെ നല്ല മാർക്ക് എന്തായാലും ക്ലാസ് കണ്ടവർക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് കൂടി പറയുക. ബാക്കി സെക്ഷൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ CPOയുടെ തന്നെ ബാക്കി സെക്ഷൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് കമ്പാരിറ്റീവ്ലി സിമ്പിളായിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ GKയുടെ കേസ് നമ്മൾ കണ്ടും മറന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. കൂടാതെ പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, പക്ഷേ ഇതിനകത്ത് ഒരുപാട് കൺഫ്യൂസിങ് ഫാക്ടേഴ്സും വരുന്നുണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് നമ്മുടെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയും കൂടിയായിരുന്നു കേട്ടോ. സയൻസിൻ്റെ ക്വസ്റ്റ്യങ്ങളെല്ലാം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പരീക്ഷ, ബാക്കിയുള്ളവർക്ക് കമ്പാരിറ്റീവ്ലി സിമ്പിളായിരിക്കും. എന്ന് വെച്ചാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് സയൻസിൻ്റെ പോർഷൻ സിമ്പിളായിരിക്കും. പിന്നെയുള്ളത് കറണ്ട് അഫയേഴ്സ് വളരെ കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ചോദിച്ച ചോദ്യങ്ങളൊക്കെ സിമ്പിളായിരുന്നു, പക്ഷേ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ പലയിടത്തും ക്ലാസ്സുകളിലും മറ്റുമൊക്കെ കേട്ടിട്ടുള്ള ചോദ്യങ്ങളുമാണ്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വലിയ ബുദ്ധിമുട്ടില്ല, ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. അതുപോലെ നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നല്ല ടഫായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടില്ല, വലിയ രീതിയിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. അപ്പോൾ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് പറയുക. അപ്പോൾ വൈകുന്നേരം ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ലൈവ് ഉണ്ടാവും കേട്ടോ, നമ്മുടെ ആൻസർക്കി ഡിസ്കഷൻ ലൈവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വൈകുന്നേരം ലൈവിൽ കാണാം. ബൈ ബൈ.